ജില്ലയിൽ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് കഴിഞ്ഞ 5 മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ജീപ്പ് സഫാരി പുനരാരംഭിക്കുന്നതിനെ സ്വാഗതം ചെയ്ത ടൂറിസം മേഖല. പക്ഷേ കർശനമായ നിയന്ത്രണങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കുവാൻ സമയം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജില്ലയിൽ ഓഫ് റോഡ് സവാരികൾ കർശന നിയന്ത്രണത്തോടെ നാളെ മുതൽ ആരംഭിക്കുവാനാണ് ഇന്നലെ ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. പുതിയ നിർദ്ദേശങ്ങളനുസരിച്ച് വാഹന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ്, DTPC രജിസ്ട്രേഷൻ, ഫയർ എക്സ്റ്റിംഗ്വിഷർ, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, GPS, സ്പീഡ് ഗവർണർ, യാത്രക്കാർക്ക് സീറ്റ് ബെൽറ്റുകൾ എന്നിവ നിർബന്ധമാണ്. GPS, സ്പീഡ് ഗവർണർ, സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെയുള്ളവ ഘടിപ്പിക്കുവാൻ സമയം വേണമെന്നാണ് തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതിനൊപ്പം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ആവശ്യപ്പെടുന്നത്. ഇടുക്കി ജില്ലയിലെ ഓഫ് റോഡ് സഫാരികളും മറ്റ് ജീപ്പ് സഫാരികളും പുനരാരംഭിക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. കാരണം നിരവധി പാവപ്പെട്ട ആളുകളാണ് ജീപ്പുമായി ഉപജീവനം നടത്തി വന്നത്. അവർക്കെല്ലാം മറ്റൊരു കനത്ത പ്രഹരമായിരുന്നു ജീപ്പ് സഫാരി നിരോധിച്ചത്. എന്നിരുന്നാലും അത് വീണ്ടും നിയന്ത്രണത്തോടെയാണ് നടപ്പാക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ജീപ്പ് സഫാരി അതുപോലെ ഓഫ് റോഡ് ടൂറിസം ബന്ധപ്പെട്ട് നിരവധി സാധാരണപ്പെട്ട ആളുകളാണ് തൊഴിൽ ചെയ്യുന്നത്. അതെല്ലാം ടൂറിസത്തിൽ അതിന് നല്ല വരുമാനം പ്രദാനം ചെയ്തപ്പോൾ നമ്മുടെ കേരള ടൂറിസത്തിന് നല്ല ഉണർവേകുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ജീപ്പ് സഫാരി. നിയന്ത്രണം ഏർപ്പെടുത്തിയാലും പെട്ടെന്ന് തന്നെ അത് ഗവൺമെൻറ് തിരിച്ച് കടന്ന നിയന്ത്രണത്തോടു കൂടി അത് നടപ്പാക്കാനുള്ള ഗവൺമെൻറ് ആ തീരുമാനം സാധാരണമാണ്. നിരവധി പാവപ്പെട്ട ആളുകളാണ് ഈ മേഖലയെ ബന്ധപ്പെട്ട ഉപജീവനം കഴിഞ്ഞുകൊണ്ടിരുന്നത്. കുറേ കൂടി സാവകാശം കൊടുത്തുകൊണ്ട് അവർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. കുറേ കൂടി സാവകാശം കൊടുത്തുകൊണ്ട് അവർക്കത് ചെയ്യാനുള്ള സാവകാശം കൂടെ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ജീപ്പ് സഫാരിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ജില്ലയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. വിവിധ സംഘടനകൾ കളക്ടറുടെ ഉത്തരവിനെതിരെ സമരപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെയെല്ലാം പ്രധാന ആകർഷണ ഘടകമാണ് ട്രെക്കിങ്ങും ജീപ്പ് സഫാരിയും. നാളെ മുതൽ ജീപ്പ് സഫാരികൾ ആരംഭിക്കുവാനാണ് നിലവിലെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.